വചനസാരം വചനസാരം. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. വഴിതെറ്റിപ്പോയ ആടിൻ്റെ ഉപമയിലൂടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം വ്യക്തമായി അവതരിപ്പിക്കുന്നത് ഈ ഒരു സന്ദേശമാണ്. ഭൂരിപക്ഷത്തെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾക്കിടയിൽ ഇന്ന് ചെറിയവരുടെ പ്രാധാന്യം കുറഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. തുല്യതയെക്കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനമനുസരിച്ച് മാറ്റപ്പെടുമ്പോൾ ദൈവം ഒരു ചെറിയ വ്യക്തിയെ എത്രമാത്രം പ്രാധാന്യത്തോടു കൂടി കാണുന്നു എന്നുള്ളത് ഈ നോമ്പുകാലത്തെ ഒരു തിരിച്ചറിവാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ വീണ്ടും കണ്ടെത്തുന്നതിന് പ്രാധാന്യം നൽകുമ്പോൾ മത്തായിയുടെ സുവിശേഷം ചെറിയവർക്കാണ് ഊന്നൽ നൽകി അവതരിപ്പിക്കുന്നത്. നിസ്സാരമായി കരുതി ആരെയും അവഗണിക്കാതിരിക്കുക എന്നുള്ളത് ആത്മീയ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഒരു ജീവിത ശൈലിയാണ്. എൻ്റെ ഈ ചെറിയവരിൽ ഒരുവർക്ക് ചെയ്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നുള്ള ദൈവവചനം ഇവിടെ നാം അനുസ്മരിക്കണം. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുന്നവരെ വലിയ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിന് ഓരോ വ്യക്തിയോടുമുള്ള സ്നേഹത്തിൻ്റെ ആഴവും വ്യാപ്തിയും ഇവിടെ വ്യക്തമാവുകയാണ്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 10-ാം വചനവും ഇപ്രകാരമാണ് പറയുന്നത്: എന്തെന്നാൽ മനുഷ്യപുത്രൻ വന്നത് നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിക്കുവാനും രക്ഷിക്കുവാനുമാണ്. ക്രിസ്മസിനു വേണ്ടി ഒരുങ്ങുന്ന ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിലും ഒരു അന്വേഷണത്തിൻ്റെ കാലമാകട്ടെ. ഉപകാരമില്ലെന്ന് കരുതി മാറ്റി നിർത്തിയ ഒരു വ്യക്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. ചെറിയവരെന്ന് കരുതി നമ്മൾ അവഗണിച്ചവരെ നമ്മോട് ചേർത്ത് നിർത്തുമ്പോൾ മാത്രമാണ് ദൈവത്തിന് മുമ്പിൽ നമ്മൾ വലിയവരാകുന്നത് എന്നുള്ള സത്യം തിരിച്ചറിയാം. അതിന് ഈ നോമ്പുകാലം നമുക്ക് വഴികാട്ടിയാവട്ടെ. വചനസാരം വചനസാരം.